കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വേദവചന ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. 7-ാമത്തെ വാക്യം കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഉത്കണ്ഠ അല്ലെങ്കിൽ വിചാരങ്ങൾ മനുഷ്യൻ്റെ സന്തത സഹചാരിയാണല്ലോ. പല ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ ഉത്കണ്ഠാകുലരാണ്. ഇത് നിമിത്തം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ആത്മഹത്യയിലേക്കും അതേപോലെ തന്നെ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിലേക്കും സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നും മാറി നിൽക്കുന്നതായ അനുഭവങ്ങൾ അനേകരുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉത്കണ്ഠകളെ എങ്ങനെ നമുക്ക് വിജയകരമായി കൈകാര്യം ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ അതിനുവേണ്ടിയുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അപ്പോസ്തലനായ പത്രോസാണ് ഈ ഒരു കാര്യം പറയുന്നത്. പത്രോസിൻ്റെ ജീവിതം നമുക്കറിയാം. കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടെയുള്ള അവൻ്റെ ജീവിതം പലപ്പോഴും നമ്മൾ സാഹസികത നിറഞ്ഞതായിട്ട് തോന്നുമെങ്കിലും പത്രോസ് കർത്താവ് യേശുക്രിസ്തുവിൽ നിന്ന് പഠിച്ച അനേക കാര്യങ്ങളുണ്ട്. അത് വിജയകരമായി പ്രാക്ടീസ് ചെയ്തതായ ഒരു മനുഷ്യനായിരുന്നു ഈ പത്രോസ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 12-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്ത ദിവസം തൻ്റെ സഹോദരനായ യാക്കോബിനെ കൊന്നതുപോലെ പത്രോസിനെ ഹെരോദ രാജാവ് വാളുകൊണ്ട് കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുക. പിറ്റേ ദിവസം കൊല്ലപ്പെടുന്ന ഒരാൾ തലേ ദിവസം എങ്ങനെയായിരിക്കും? നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് വളരെ ഉത്കണ്ഠപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു പത്രോസിനെയാണ്. പക്ഷേ അപ്പോസ്തലപ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വെളിപ്പെടുത്തുന്ന പത്രോസ് ആ കാരാഗൃഹത്തിൻ്റെ ഏറ്റവും ഉള്ളറയിൽ 16 പട്ടാളക്കാരുടെ കാവലിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും അവൻ സമാധാനമായി കിടന്ന് ഉറങ്ങുകയാണ്. കാരണം ഉത്കണ്ഠയില്ല. നാളെ കൊല്ലപ്പെടാൻ പോകുന്ന ഒരാൾക്ക് ഉത്കണ്ഠയില്ല എന്ന് പറയുന്നത് ആര് വിശ്വസിക്കും? നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. കാരണം കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമുക്ക് പത്രോസിൽ കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നാളെ കൊല്ലപ്പെടാൻ പോകുന്ന ഒരു മനുഷ്യൻ ഉത്കണ്ഠകൾ ഏതുമില്ലാതെ കാരാഗൃഹത്തിൻ്റെ ഉള്ളറകളിൽ കിടന്ന് ഉറങ്ങിയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന കർത്താവായ യേശുവിനെയാണ് പത്രോസ് വിളിച്ചു പറയുന്നത്. അവരെ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല. ഇന്നൊരു പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾ ജീവിതത്തിൻ്റെ പല വിഷയങ്ങളിലും ഉത്കണ്ഠപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ മക്കളെക്കുറിച്ച്, തലമുറകളെക്കുറിച്ച്, നിങ്ങളുടെ ജോലികളെക്കുറിച്ച്, നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ച്, നിങ്ങളുടെ ഭവനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച്, നിങ്ങളുടെ കമ്പനി, ബിസിനസ് ഇവയെക്കുറിച്ചുള്ളതായ ഉത്കണ്ഠകൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. പക്ഷേ അതിനെല്ലാം പരിഹാരം പറയുന്നതായ ഒരു പുസ്തകമാണ് പത്രോസിൻ്റെ പുസ്തകം. അത് പറയുന്നത് ജീവിതത്തിൽ നാളെ കൊല്ലപ്പെടുമെന്ന പ്രതീക്ഷയിൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട ഒരുവൻ ഉത്കണ്ഠ ഏതുമില്ലാതെ അന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങുന്ന അതേ പത്രോസ് തന്നെ നമ്മളോട് പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നത് ആകയാൽ. പക്ഷേ ഞാൻ ഈ 6-ാം വാക്യം വായിച്ചതിന് ഉദ്ദേശം എന്തെന്നറിയാമോ? ഏതൊരു വ്യക്തിയും ആദ്യം ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. ഏതൊരു വ്യക്തിയും ആദ്യം ചെയ്യേണ്ടത് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കണം. അതായത് ഹംബിൾ യുവർ സെൽവ്സ്. നാം നമ്മെ തന്നെ താഴ്ത്തണം. നാം നമ്മെ തന്നെ താഴ്ത്തി കഴിയുമ്പോഴേ ഈ 7-ാമത്തെ വാക്യത്തിൻ്റെ നിവൃത്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഉത്കണ്ഠകളെല്ലാം മാറിപ്പോകും. അവൻ്റെ മുമ്പാകെ നാം നമ്മെ തന്നെ താഴ്ത്തിയാൽ ദൈവം നമ്മെ ഉയർത്തുവാനും ഇടയായിത്തീരും. ഞാൻ മുമ്പ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ, നമ്മളുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്ലാനുകളൊക്കെ പലപ്പോഴും പാപം നിറഞ്ഞതാണ്. അങ്ങനെ പാപം നിറഞ്ഞ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കുകയില്ല. പല ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉത്കണ്ഠപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് ചില ആളുകളുടെ ഉത്കണ്ഠ എങ്ങനെയാണ്, എനിക്കിപ്പോൾ ഇത്ര വയസ്സായി, ഞാൻ ഇതിനോടകം തന്നെ നല്ലൊരു പണക്കാരനായി മാറേണ്ടതാണ്.
പണക്കാരനാകാത്തത് കൊണ്ടുള്ള ഉത്കണ്ഠ, അതേപോലെ തങ്ങളുടെ സുഹൃത്തുക്കൾ ധാരാളം പാപം ചെയ്ത് ഈ ലോകത്തെ അവർ ആസ്വദിക്കുമ്പോൾ എനിക്ക് അതുപോലെ ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായ ഉത്കണ്ഠകൾ, അതുപോലെ തന്നെ അയൽവക്കക്കാരനെ കുറിച്ചുള്ള അസൂയയും, അതുപോലെ സ്വയമുള്ള അത്യാഗ്രഹ നിമിത്തം ഉത്കണ്ഠപ്പെടുന്ന അനേക ആളുകളുണ്ട്. ഈ ഉത്കണ്ഠകളൊന്നും യേശു വഹിക്കില്ല കേട്ടോ. എന്നാൽ ഈ 6-ാം വാക്യത്തിൽ കാണുന്നത് പോലെ ഒരു വ്യക്തി ഇങ്ങനെ പാപം നിറഞ്ഞതായ ഉത്കണ്ഠകളിൽ നിന്നും വിടുതൽ പ്രാപിക്കണമെങ്കിൽ അവൻ ദൈവത്തിനു മുമ്പാകെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കണം. അങ്ങനെ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇപ്രകാരമുള്ള നമ്മുടെ പാപജടിലമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോകും. മറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെന്നുള്ളതാണ്. എന്നാൽ പാപം നിറയാത്തതായ നമ്മളുടെ ദൈനംദിനേനയുള്ള ആവശ്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠകളുണ്ട്. അവയെ നമുക്ക് കർത്താവായ യേശുവിലേക്ക് കൊടുക്കുവാൻ സാധിക്കും. ഞാൻ സാധാരണയായി പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് നിറവേറ്റി തരും. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്, ഇഷ്ടമാണ്. നമ്മുടെ പുറത്ത് ഒരു ബാക്ക് പാക്ക് അല്ലെങ്കിൽ പുറകിലൊരു ബാഗ് നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിറച്ച് പാറക്കഷ്ണങ്ങൾ നമ്മൾ നിറച്ചിരിക്കുക. വളരെ ഭാരം ആ ബാഗിനുണ്ട്. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുകയാണ്, എനിക്ക് ഈ ഭാരം വഹിക്കാൻ സാധിക്കും. പക്ഷേ മുന്നോട്ട് കടന്നു വരുമ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ നേരത്ത് ഈ ഭാരം നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെ നമ്മൾ ചിന്തിക്കുകയാണ്, സാരമില്ല, ഇതിൻ്റെ ഭാരം കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞോളും, അല്ലെങ്കിൽ എനിക്ക് വഹിക്കാൻ സാധിക്കും എന്നുള്ള ചിന്തകളിൽ അവൻ മുന്നോട്ട് പോയി ഈ ഭാരത്തെ കൈകാര്യം ചെയ്യുവാൻ ശ്രമിച്ചാൽ ഒരിക്കലും ആ വ്യക്തിക്ക് ആ ഭാരം കുറയ്ക്കുവാൻ കഴിയത്തില്ല. അതേസമയം തന്നെ തൻ്റെ ഒരു സുഹൃത്തിനെ താൻ കാണുമ്പോൾ താൻ പറയുന്നു, അല്ലയോ സുഹൃത്തെ, ഞാൻ ഈ ബാക്ക് പാക്ക് കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് സമയമേറെയായി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് പറഞ്ഞാൽ ആ സുഹൃത്ത് സഹായ മനസ്സുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ആ ബാക്ക് പാക്ക് അദ്ദേഹം എടുത്തിട്ട് നമ്മളെ സ്വതന്ത്രനാക്കും. നമ്മുടെ സ്വയ ചിന്തകൾ കൊണ്ടോ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള നമ്മളുടെ ചില ധാരണകൾ കൊണ്ടോ നമ്മുടെ ഉത്കണ്ഠകളെ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കില്ല. മരുന്നുകൾക്ക് നമ്മുടെ ഉത്കണ്ഠകളെ മാറ്റുവാൻ കഴിയത്തില്ല. കൗൺസിലിങ്ങുകൾക്ക് നമ്മുടെ ഉത്കണ്ഠകളെ മാറ്റുവാൻ കഴിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? നമ്മുടെ ഉത്കണ്ഠയെ മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ പറയുന്നു, നിന്റെ ഭാരങ്ങളെ എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഇവിടെ 7-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന കാസ്റ്റ് യുവർ ബർഡൻ അപ്പോൺ ദ ലോർഡ് എന്നാണ്. നിന്റെ ഭാരത്തെ കർത്താവിലേക്ക് ഇടുക എന്ന് പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പദമാണ്. വല ഇടുക എന്ന് നമ്മൾ പറയത്തില്ലേ, ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ ഇടുക. നമ്മളൊരു കാര്യം ഇടുമ്പോൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ 2 കരങ്ങളും ഉപയോഗിച്ച് ഇടുകയാണ്. വല വീശുമ്പോൾ നമ്മൾ 2 കരങ്ങളും ഉപയോഗിക്കുന്നത് പോലെ നമ്മളുടെ 2 കരങ്ങളും ഉപയോഗിച്ച് നമ്മളുടെ ഭാരങ്ങളെ യേശുവിലേക്ക് ഇടണം. ഈ 2 കരങ്ങളെ ഞാൻ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു കരം പ്രാർത്ഥനയുടെ കരവും 2ാമത്തെ കരം വിശ്വാസത്തിൻ്റെ കരവുമാണ്. പ്രാർത്ഥന നമ്മുടെ വിഷയങ്ങളെ ദൈവത്തോട് അറിയിക്കുവാൻ നമ്മെ സഹായിക്കുന്നു, നമ്മുടെ സങ്കടങ്ങളെ ദൈവത്തോട് പറയുവാൻ സഹായിക്കുന്നു. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത്, എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എന്നെ ബലപ്പെടുത്തുമെന്നുള്ളതായ ആ വലിയ ചിന്ത നമ്മളിൽ ധരിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങളെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും യേശുവിലേക്ക് ഇടുവാൻ സാധിക്കും. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഉത്കണ്ഠകളിൽ നിന്നും ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തണം. 2ാമതായിട്ട് നമ്മളുടെ ഭാരങ്ങളെ, ചിന്താകുലങ്ങളെ നാം യേശുവിൻ്റെ മേൽ ഇടണം. അടുത്തത്, പിന്നെ നമ്മളെന്താണ് വഹിക്കുന്നത്? കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ മുഖം മൃദുവും എൻ്റെ ഭാരവും ലഘുവുമാകുന്നു. നമ്മുടെ ഭാരങ്ങളെ യേശു എടുത്തു മാറ്റിയിട്ട്, അല്ലെങ്കിൽ അവൻ വഹിച്ചിട്ട് തൻ്റെ മുഖത്തെ അവൻ നമുക്ക് നൽകുക, അവൻ്റെ ഭാരത്തെ നമുക്ക് തരിക. അത് മൃദുവാണ്, അത് ലഘുവാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവോടുകൂടിയുള്ള ജീവിതത്തെ ആസ്വദിക്കുവാൻ നമുക്ക് ഏവർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന പലരും
ചിന്താകുലങ്ങളുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നവരാണ്. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ വളരെ ഭാരപ്പെടുന്ന ആളുകൾ, ആര് ഭാരം വഹിക്കുമെന്ന് ഓർത്ത് പ്രയാസപ്പെടുന്ന ആളുകൾ. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച ആ ആലോചനയ്ക്കായി, സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭാരങ്ങളെ എടുത്ത് മാറ്റുവാൻ കഴിവുള്ള, ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ഞങ്ങൾക്കായി ഉള്ളതിനായി ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് കൂടുതൽ ദൈവവചന പഠനത്തിനും അതേപോലെ തന്നെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കും ഞങ്ങൾ സഹായമായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.